പുറ്റിങ്ങലിന് ശേഷം വീണ്ടും ഒരു വെടിക്കെട്ട് ദുരന്തം ഉണ്ടായിരിക്കുന്നു. വെടിക്കെട്ട് ദുരന്തം എന്നല്ല, വെടിപ്പുര ദുരന്തം. ശരിക്കും ഈ വെടിക്കെട്ടൊക്കെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. എന്താ നമ്മുടെ ആഘോഷങ്ങളൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കണമെന്നാണ് അത് ദുരന്തത്തിന്റെ പേരിൽ? പിന്നെ ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ സാർ, വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അത് വലിയ ചോദ്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ എന്തിനാണ് വെടിക്കെട്ട് അത് ആദ്യം അറിയണം അല്ലേ? അപ്പം ഈ പ്രാഥമികമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് ഉത്സവം. നമ്മുടെ ഈ ഉത്സവ കമ്മിറ്റിക്കാർ ആണല്ലോ മത്സരിച്ച് ഇന്നലെ കണ്ടില്ലേ തൃശ്ശൂർ ആ വെടിപ്പുരകത്തുന്ന കത്തൽ കണ്ടില്ലേ? എന്നിട്ട് ആ വളരെ ഉയരത്തിലുള്ള തെങ്ങുകളൊക്കെ നിന്ന് കത്തുകയായിരുന്നു സാധനം. അപ്പോൾ ഇത്രയും വലിയ വെടിക്കെട്ട് വയ്ക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ ആഘോഷത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ നമ്മൾ ഇന്നലെ കണ്ടത് സാംസ്കാരിക തലസ്ഥാനം എന്നാണ് പിന്നെ തൃശ്ശൂർ അറിയപ്പെടുന്നത്. പക്ഷെ ഇന്നലെ നമ്മളവിടെ കണ്ടത് സാംസ്കാരികമായ അധപ്പതനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പൊട്ടിത്തെറിയാണ്. വെടിക്കെട്ട് നമ്മുടെ ഉത്സവമല്ലേ? ഉത്സവമാണ്. പക്ഷെ എന്താണ് ഉത്സവം? എന്താണ് ഉത്സവം? അതാണ് പ്രശ്നം. ആഘോഷം എന്താണ് ആഘോഷം? അപ്പം അതിന് നമ്മൾ ഉത്സവം എന്നാണല്ലോ പറയുന്നത് അല്ലേ? അപ്പം പൂരം അല്ല ഉത്സവം. അപ്പം അതിന് കൊടിയേറി അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം സജ്ജമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഘോഷ കമ്മിറ്റിക്കാർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് ഈ ഉത്സവം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അത് വേണോ വേണ്ടേ? ഒരറിവില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാൻ പാടില്ല അല്ലേ? നമ്മളിപ്പോൾ ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ചായയാണ് ഉണ്ടാക്കുന്നത്, അതിന് ഇന്ന കൂട്ടുകളൊക്കെ ആവശ്യമാണ്. ചായ എന്തിനാണ്? കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷമൊക്കെ കിട്ടും. ഇത്രയെങ്കിലും അറിവും മിനിമം ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടേ? തേയില വേണം, വെള്ളം വേണം, പാൽ ചായ ആണെങ്കിൽ പാൽ വേണം, പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര വേണം, ഇതൊക്കെ അറിയണം. അല്ല പല രീതിയിൽ ചായ ഇടാം. നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വൈവിധ്യമാർന്ന ചായകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നമുക്കിവിടെ ഉണ്ടാക്കാം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എന്താണ് ഉത്സവം എന്നുള്ള ഒരു മിനിമം ധാരണയെങ്കിലും ഈ തിരുവമ്പാടി ഭാരവാഹികൾക്കോ അതല്ലെങ്കിൽ പാറമേൽക്കാവ് ഭാരവാഹികൾക്കോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. എന്താണ് ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ ഒരു സാമൂഹിക ചടങ്ങ് വേറെയില്ല. മറിച്ച് അതറിയാതെ ഈ ഉത്സവം നടത്തുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ അബദ്ധവും വേറെയില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനെ നമ്മൾ കുങ്കുമമായിട്ട് കാണുകയാണെങ്കിൽ അത് കുങ്കുമം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഈ കുങ്കുമം ചുമക്കുന്നത് പൂന്താനം പറഞ്ഞതുപോലെയാണ്, കഴുതയാണ്. കഴുതയെപ്പോലെ നമ്മൾ കുങ്കുമം ചുമന്നിട്ട് കാര്യമില്ല. കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയാൻ പറ്റത്തില്ല. കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ഗുണമുള്ളവൻ ചുമന്നതിൻ്റെ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സംസ്കൃത വാക്കുകൾ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് ഉത്സവം എന്ന് പറയുന്നത്. ഉത്ത് സവ. ഉത്തിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ അപ്പ് മുകളിലേക്കെന്നുള്ള അർത്ഥമുണ്ട്, മാറ്റുക അതായത് ഇല്ലായ്മ ചെയ്യുക, റിമൂവ്, അതല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഉത്തിനുണ്ട്. അതുപോലെ സവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. മിസറി, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വ്യഥകൾ, സഫറിങ്, ഇതൊക്കെയാണ് ഈ സഭ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം സഭയ്ക്ക് വേറൊരർത്ഥമുണ്ട്, പിഴിഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥങ്ങളുണ്ട്. അതായത് ഈ സോമരസം പിഴിഞ്ഞെടുക്കുന്നതിനും സവനം എന്നാണ് പറയുക. അപ്പോൾ ഈ 2, അതായത് ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു സംഗതിയാണ് ഉത്സവം. അതിൻ്റെ ആ ഒരു താത്വിക തലം അറിയാമെന്നുണ്ടെങ്കിൽ അതിനപ്പുറം ശാസ്ത്രം വേറെയില്ല. ഭൗതികശാസ്ത്രത്തിന് അപ്പുറത്ത് നിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഈ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഭാരതീയമായ കാഴ്ചപ്പാടിൻ്റെ അർത്ഥം ഏത് ശാസ്ത്രവും എന്തിനു വേണ്ടിയുള്ളതാണ്? മനുഷ്യന് വേണ്ടിയുള്ളതാണ്. അപ്പം ഭൗതികശാസ്ത്രത്തിന് മുകളിൽ നിൽക്കുന്ന ശാസ്ത്രമാണ് മനുഷ്യനെ ബാധിക്കുന്നത് സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ ഈ സാമൂഹ്യ ശാസ്ത്രമാണ് അതുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത്. ആ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പ്രായോഗിക ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രയോഗമാണ് ഈ ഉത്സവം. ഇതൊരു വിവരമില്ലാത്ത വ്യക്തിയും ഈ ഉത്സവത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അയാൾ അറിയാതെ തന്നെ ഒരു എമൗണ്ട് ഓഫ് സന്തോഷം നിറയും. അതാണ് ഒന്ന്. 2, ഇതിൻ്റെ ഈ കുങ്കുമം അറിയുന്നതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇന്ന് ഈ നിർമ്മിത ബുദ്ധി യുഗത്തിൽ പാശ്ചാത്യം കിടന്ന് കയ്യും കാലിട്ടടിക്കുന്നുണ്ട് ഇനി അടുത്ത ലെവലിലേക്ക് ഏതാ പോകേണ്ടെന്നുള്ളത്. അത് തിരിച്ചറിയാനുള്ള അതിൻ്റെ ഗുട്ടൻസ്, അതിൻ്റെ രഹസ്യം ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 തലങ്ങളാണുള്ളത്. അപ്പോൾ ഈ കുങ്കുമം നമ്മൾ ഇതിൻ്റെ ഉത്സവം എന്നുള്ളത് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെടിക്കെട്ട് ആവശ്യമുണ്ടോ ഇല്ലയോ?
വെടിക്കെട്ട് ആവശ്യമുണ്ട്. വെടിക്കെട്ട് വെടിക്കെട്ടല്ലേ ഈ ഏറ്റവും ആഘോഷം സന്തോഷം. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ആ. ഇന്നലെ കണ്ട ആ വെടിക്കെട്ടിനേക്കാൾ വലിയ വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിൽ കാണാൻ പറ്റത്തില്ല. ഇന്നലെ ടെലിവിഷനിലൊക്കെ കണ്ടു, ഇതിങ്ങനെ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തൃശ്ശൂർ പൂരത്തിൽ പൊട്ടിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ആഘോഷിക്കാമായിരുന്നു തൃശ്ശൂർ പൂരക്കാർക്ക്, വെടിക്കെട്ട് കാണുന്നവർക്ക്. കാര്യം ഇത്രയും വലിയൊരു പൊട്ടിത്തെറി തൃശ്ശൂർ റൗണ്ടിലിട്ട് നടത്താൻ പറ്റത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കാതിരുന്നത്? ദുരന്തമായതുകൊണ്ട്. അതിൻ്റെ പിന്നിൽ ആ എരിയുന്ന അല്ലെങ്കിൽ ഉരുകിപ്പോയ മനുഷ്യരെ ഓർക്കുമ്പോൾ നമുക്കത് ആഘോഷിക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് മനുഷ്യൻ്റെ മനഃശാസ്ത്രം വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ദുരിതക്കാഴ്ചയും കൂടെയാണ് സാർ, അല്ലേ? ഈ ദുരിതത്തെ നമ്മൾ ഉണ്ടാക്കിയതാണ്. മറിച്ച് ഈ വെടിക്കെട്ട് ഉത്സവം എന്നുള്ള അർത്ഥത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉത്സവം എന്ന് പറയുന്നത്. വെടിക്കെട്ട് അമിട്ട് ഭൂമിയിൽ കുഴിച്ചിടുന്ന സാധനമാണ്, അല്ലേ? നമ്മൾ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതിന് എന്തിനാ നമ്മൾ തമോ ഗുണം എന്നാ പറയുക. ആ തമോ ഗുണം എല്ലാ മനുഷ്യൻ്റെ അടിയിൽ കിടപ്പുണ്ട് സാധനം, അല്ലേ? തമോ ഗുണം ഇല്ലാതെ പറ്റില്ല മനുഷ്യൻ ജീവിക്കാൻ. അതായത് 3 ഗുണങ്ങൾ, തമസ്, രജസ്, സ്വാത്വികം, ഈ 3 സാധനങ്ങളില്ലാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തമസിൽ, ഇരുട്ടിൽ, അതല്ലെങ്കിൽ അടിയിൽ, മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന സാധനം പോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഊർജത്തെ ഉണർത്തി അറിവിനെയാണത് കാണിക്കുന്നത്. ആ അറിവിനെ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് നമുക്ക് അറിവുണ്ടാവുന്നത്, വിജ്ഞാനം ഉണ്ടാവുന്നത്. ആ വിജ്ഞാനത്തിലൂടെ മാത്രമേ നമ്മുടെ ദുരിതങ്ങൾ നശിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? തമസോ മ ജ്യോതിർഗമയ, ഇതിൻ്റെ ഈ ഒരൊറ്റ വരിയുടെ ഒരു പരിഭാഷയാണ്. അത് സാമൂഹികമായ, അതിൻ്റെ സൗന്ദര്യാത്മകമായ, ശാസ്ത്രീയമായ വെടിക്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിഭാഷയാണ് ഈ വെടിക്കെട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തറയിൽ കുഴിച്ചിട്ടിരിക്കുന്ന സാധനം ആകാശത്തിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ഉയരുന്ന സമയത്തൊരു ബുദ്ധൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതല്ല, സാധ്യത കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുന്നതിന് അതിൻ്റെ ഒരു ആവശ്യം നമുക്കറിയാവുന്ന സമൂഹത്തിനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ എന്താ പറയുക, എനിക്ക് തോന്നുന്നില്ല ഉക്രൈനിലും ഇറാനിലും ഒന്നും ഇത്രയും വലിയ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇപ്പം വെടിക്കെട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒരു വിധമായ രീതിയിൽ നടത്താൻ പറ്റും. പക്ഷേ ഈ അറിവിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിലെങ്കിലും ഇത് തമസോമാ ജ്യോതിർഗമയ എന്നുള്ളതിൻ്റെ ഒരു പരിഭാഷയാണല്ലോ. എത്ര മനോഹരമായിട്ടായിരിക്കുന്നു, സൗന്ദര്യാത്മകമായിട്ട്. ഇതറിയാൻ വയ്യാത്തൊരു ഇത് ആഘോഷിക്കുന്നുണ്ട്, അല്ലേ? അറിയാവുന്നതിനും ആഘോഷിക്കാം. അതാണ് എൻ്റെ സാമൂഹികമായ പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഏതുപോലെയാണോ നമ്മുടെ ഉള്ളിലുള്ള ഈ ഉറങ്ങിക്കിടക്കുന്ന തമോ ഗുണത്തിലിരിക്കുന്ന ഊർജത്തെ സാത്വിക ഗുണത്തിലേക്ക് ഉയർത്താൻ കഴിയുക, അതിന് അറിവ് വേണം. ആ അറിവിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ അറിവില്ലാത്തവർക്ക് പോലും ഈ ഉത്സവത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കും. ഇപ്പോൾ പഞ്ചാരിമേളം ഇവിടെയും സംഭവിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശബ്ദത്തിൻ്റെ വിന്യാസം കൊണ്ട്, അതും വെറുതെയുള്ള വിന്യാസമല്ല, ലയാത്മകമായിട്ടുള്ള ആ വിന്യാസം കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ആന എഴുന്നള്ളിക്കുന്നത് അത് ഏറ്റവും വലിയ മനഃശാസ്ത്രമായ സാധനമാണ്. അതിനപ്പുറത്തെ ഒരു ശാസ്ത്രം വേറെ ഇല്ല. നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ ജന്തു വംശത്തിൽപ്പെട്ട വ്യക്തികളാണ്, അല്ലേ? ഈ ജന്തു വംശത്തിൽപ്പെട്ട വ്യക്തികളിൽ അനിമൽസാണ്. ആ അനിമലിൽ ഏറ്റവും ശക്തിയുള്ള അനിമലാണ് ആര്? ആന എന്ന് പറയുന്ന സംഗതി. മനസ്സിലായില്ലേ? ആന എന്ന് പറയുന്ന ആ അനിമൽ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ഒരു ഉദാഹരണത്തിന് ഗണപതിയുടെ തല എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? ജന്തുവംശത്തിലെ ഏറ്റവും വലിയ രൂപമായ ആനയുടെ തലയുടെ ഭാഗത്ത് കൊണ്ടുപോയിരിക്കുന്നു, അല്ലേ? മാമലിലെ ഏറ്റവും ചെറിയ സംഗതിയായിട്ടുള്ള എലിയെ കൊണ്ട് അടിയിലും വയ്ക്കുന്നു. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് 2 ശക്തികളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, സ്ത്രീയും പുരുഷനും, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉത്സവങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഗണിതശാസ്ത്രമാണ്. ഈ ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു സൗന്ദര്യാവിഷ്കാരം സാമൂഹികമായ രീതിയിൽ വിന്യസിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട സംഗതി. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ സൗന്ദര്യം കിടക്കുന്നത്. അപ്പോൾ ഈ ആന എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരിലെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മൃഗം. ആ നമ്മൾ മൃഗത്തിൻ്റെ ജന്തുവംശത്തിൽപ്പെട്ടവരാണ്. പക്ഷേ നമ്മൾ ജന്തുവംശത്തിൽ നിന്നും മനുഷ്യനെ വേർപെടുത്തുന്ന സംഗതി എന്ത്? അതാണ് ഭഗവതിയുടെ രൂപത്തിൽ അതിൻ്റെ മുകളിൽ തിളമ്പായിട്ടിരിക്കുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ പിന്നെ എന്താണ് ഭഗവതി? ഭഗ എന്ന് വെച്ചാൽ എന്താണ്? ഭഗവതി എന്ന് വെച്ചാൽ എന്താണ്? എന്തിൻ്റെ പ്രതീകമാണ്? അതൊരു മൂർത്തിയാണ്. മൂർത്തിയാണെങ്കിൽ എന്താണ് അർത്ഥം? അതൊന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ള അർത്ഥമാണ്, പ്രതിനിധീകരിക്കുന്നത്. അമൂർത്തമായതിനെ മൂർത്തിയായിട്ട് കാണിക്കുന്നു, മൂർത്തമാക്കി കാണിക്കുന്നു. അതാണ് മൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അമൂർത്തമായതെന്ത്?
അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്വാണ്ടം ലെവലിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതിനും അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ അമൂർത്തമായ ഒരു സത്യത്തെ കണ്ടെത്തുന്നത്, ക്വാണ്ടം ലെവലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ആ മൂർത്തിയെ ഭഗവതിയാണ് കാണിക്കുന്നത്, മനസ്സിലായല്ലേ? അപ്പോൾ ഈ പല തൃശ്ശൂർ പൂരക്കാർക്കും, അറിയാൻ വയ്യാത്ത തൃശ്ശൂർ പൂരപ്രേമിക്കാർക്കും അവിടെ ഈ ഒരിക്കലും ഞാനത് കണ്ടൊരു സംഗതിയാണ്. ഒരു കോളേജ് അധ്യാപകൻ, ഡോക്ടറേറ്റൊക്കെ നേടിയ അദ്ദേഹമാണ് ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ തൃശ്ശൂർ പൂരത്തിന് കമൻട്രി കൊടുത്തത്. ആ കമൻട്രി എനിക്കത് മനോരമ ടി വിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ ആവേശപൂർവ്വം പറയുന്നു, തൃശ്ശൂർ റൗണ്ടിൻ്റെ വടക്കു ഭാഗത്താണ് ഈ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ടാണ് വടക്കുന്നാഥൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കോളേജ് അധ്യാപകനാണ് അദ്ദേഹം, മലയാള അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വിവരണമാണ് സാധനം. വടക്കുന്നാഥൻ അതുകൊണ്ടല്ല, വടക്കെന്ന് പറഞ്ഞാൽ ഹിമാലയാണ് ഉദ്ദേശിക്കുന്നത്. വടക്കിൻ്റെ നാഥൻ ശിവൻ, മനസ്സിലായില്ലേ? അപ്പോൾ ദക്ഷിണാമൂർത്തിയാണ്, ദക്ഷിണത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മൂർത്തിയാണ്, മനസ്സിലായില്ലേ? തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മൂർത്തിയാണ്. അവിടെയാണ് തെക്കോട്ടിറക്കം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അബ്സ്ട്രാക്റ്റിൽ നിന്ന് കോൺക്രീറ്റ് ആയിട്ടുള്ള സംഗതി വരുന്നു, പ്രപഞ്ചം ഉണ്ടാവുന്നു. അപ്പോൾ പ്രപഞ്ച ഉൽപ്പത്തിയാണ് ഈ തെക്കോട്ടിറക്കം എന്ന് പറയുന്ന സാധനം കാണിക്കുന്നത്, മനസ്സിലായില്ലേ? ആ പ്രപഞ്ച ഉൽപ്പത്തി ഇതിലൂടെ ഇറങ്ങുന്നത് ദീർഘചതുരാകൃതിയിലുള്ളൊരു വാതിലിലൂടെയാണ് ഇറങ്ങുന്നത്. അതിൻ്റെ മുഴുവൻ ചുറ്റളവ് നോക്കിക്കഴിഞ്ഞാൽ 936 360 വൃത്തത്തിൻ്റെ ചുറ്റളവായിരിക്കും. വൃത്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? തുടക്കവുമില്ല അവസാനവുമില്ല, ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത്. ഈ തത്വജ്ഞാന ശാസ്ത്ര, ഈ ദർശനത്തിൽ നിന്നാണ് ഭാരതം ലോകത്തിന് ഗണിതശാസ്ത്ര മേഖലയ്ക്ക് 0 സംഭാവന ചെയ്യുന്നത്. ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ, ഇത് മാത്രമേ പൂജ്യമായിട്ടുള്ളൂ, പൂജിക്കേണ്ടതുള്ളൂ. അതുകൊണ്ടിത് 0, അല്ലാതെ വെറും വട്ടപൂജ്യം അല്ലത്, മനസ്സിലല്ലേ? അത് അബ്സ്ട്രാക്റ്റിനെയാണ് കാണിക്കുന്നത്. അതിന് നമുക്ക് മൂർത്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ആ അബ്സ്ട്രാക്റ്റിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായി വരുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവമാണ് ഈ തെക്കോട്ടിറക്കത്തിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കുങ്കുമത്തിൻ്റെ സൗന്ദര്യവും ഗന്ധമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതൊന്നും അറിയാതെ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് പാറമേക്കാവുമായിട്ട് മത്സരിക്കാം തിരുവമ്പാടിക്ക്. എക്കാലത്തും തിരുവമ്പാടി ഇത്തിരി മുകളിലാണ്. തൃശ്ശൂർക്കാർ പറയുന്ന സാധനമാണ്. തിരുവമ്പാടിയുടെ ഈ പറഞ്ഞ കുടമാറ്റമാണെങ്കിലും വെടിക്കെട്ടാണെങ്കിലും തിരുവമ്പാടി ഇത്തിരി മുമ്പിൽ നിൽക്കും. അത് പാറമേക്കാർ പോലും ചിലപ്പോൾ പറഞ്ഞതിരിക്കും. പക്ഷേ എന്നാലും മത്സരക്കമ്പമാണ്. ഈ മത്സരത്തിനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വിഡ്ഢിത്തമാണ് അല്ലേ? അപ്പോൾ ഈ കുങ്കുമത്തെ ശരിക്കും നമ്മൾ അറിയാതെ ചുമക്കുന്നത് കൊണ്ടാണ് ഈ വെടിക്കെട്ടൊക്കെ ഉണ്ടാകുന്നത്, അപകടം ഉണ്ടാകും, ദുരന്തങ്ങളുണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഇതെന്ന് ഓരോന്ന് ഉത്സവം വരുമ്പോൾ ശരിയാണ്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന ഒരു സാംസ്കാരിക യൂണിറ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ ഇന്ത്യ ഒരു സാംസ്കാരിക മ്യൂസിയമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ സാംസ്കാരിക മ്യൂസിയത്തിൻ്റെ കവാടമായിട്ട് വേണമെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് നമുക്ക് വേണമെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം. മനസ്സിലായോ? അതിന് ഈ ഒരു അറിവ് വരണം. അങ്ങനെയുള്ള അറിവ് വരുമ്പോഴാണ് നമ്മൾ ഏത് വിഷയം, ഭൗതിക വിഷയമായിക്കോട്ടെ, വ്യക്തിപരമായ വിഷയമായിക്കോട്ടെ, നമ്മൾ നേരിടുന്ന സ്വന്തം വിഷയമായിക്കോട്ടെ, അങ്ങനെ വരുന്ന സമയത്ത് ആ അറിവ് കൊണ്ട് നമ്മളൊരു വിഷയത്തെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ആ ദുരിതത്തിൽ നമുക്ക് പുറത്തു വരാൻ കഴിയും. അതിനെയാണ് ഉത്സവം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തെ ഈ ഏതെങ്കിലും ഒരു മറ്റേ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമല്ല, ജീവിതത്തെ അനുനിമിഷ ഉത്സവമാക്കി മാറ്റാനാണ് ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നതും അതിലൂടെ നൽകുന്ന സന്ദേശവും. ഇതറിയാൻ വയ്യാതെ കുറേ ആൾക്കാർ, ഭാരവാഹികൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, കുറേ വാക്കുകളൊക്കെ ഉപയോഗിക്കും, ആചാരങ്ങളൊക്കെ ഒരു അണുകിട എന്താ പറയുക വ്യത്യാസമില്ലാതെ നടത്തണമെന്ന് വാശി പിടിക്കും. പക്ഷേ ഈ സംഗതി എന്താണെന്നറിയാതെ ചുമക്കുന്ന സാധനം. ഈ ഉത്സവം ശരിക്കും നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത്. ഈ ഉത്സവം വ്യക്തിയുടെ ഉള്ളിലാണ് നടക്കേണ്ടത്. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ അവൻ്റെ ഉള്ളിലുള്ള ദുരിതം. ഇപ്പം നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷമത്തെ നേരിടേണ്ടത് അറിവ് കൊണ്ടായിരിക്കണം നേരിടേണ്ടത്. നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യം തിരിച്ചറിയണം. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ, എങ്ങനെയാണത് ഒപ്പിക്കാൻ കഴിയുക, എൻ്റെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എനിക്ക് ഏതെങ്കിലും ഒരു കഴിവുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ആ കഴിവിനെ എങ്ങനെ വികസിപ്പിക്കാൻ പറ്റും. അങ്ങനെ വികസിപ്പിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങളിലുണ്ടാകുന്ന ഒരു കഴിവ് എപ്പോഴും വേറൊരാൾക്ക് ആവശ്യമുണ്ടാവും, സമൂഹത്തിൽ ആവശ്യമുണ്ടാവും. മനസ്സിലല്ലേ? അപ്പോൾ നിങ്ങളുടെ ആ കഴിവ് നിങ്ങൾ എത്രമാത്രം റിഫൈൻ ചെയ്തെടുക്കുന്നുവോ അതനുസരിച്ച് അതിൻ്റെ ഉള്ള പ്രയോജനം സമൂഹത്തിന് കിട്ടും. അപ്പം നിങ്ങൾ ഭയങ്കര രസകരമായിട്ട് അതിനകത്ത് ഏർപ്പെടുന്നു, ഒരു ടെൻഷനും ഇല്ല, നിങ്ങൾക്ക് വേറെ എൻജോയ്മെൻ്റാണ്.
അത് നിങ്ങൾക്കൊരു സെലിബ്രേഷനാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഉത്സവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കും ഗുണം കിട്ടും. അതിലൂടെ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് ജീവിക്കാനും സമൃദ്ധിയും ഉണ്ടാവും. ഇതാണ് ഉത്സവം എന്ന് പറയുന്നത്. ഇതൊന്നും അറിയാതെ വെറുതെ കുറേ ആൾക്കാരുണ്ട്, ഭാരവാഹികളുണ്ട്. ഈ അമ്പലക്കമ്മിറ്റി ഭാരവാഹികളെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ രുദ്രാക്ഷത്തിനകത്ത് വലിയ സ്വർണ്ണമൊക്കെ കെട്ടി, കുറേ സിന്ദൂര കുറികളൊക്കെ ഇട്ട്, കുറേ ചരടുകളൊക്കെ കെട്ടി, ശരിക്കും പറഞ്ഞാൽ ഇവർ ചുമക്കുന്നത് ഈ പൂന്താനം പറഞ്ഞതുപോലെ ഉള്ള കുങ്കുമം ചുമപ്പുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുന്നത്. മറിച്ച് ഇപ്പോൾ വെടിക്കെട്ടാണെങ്കിൽ പോലും അതിൻ്റെ പരിമിതമായ രീതിയിൽ നടത്തിക്കോട്ടെ. പക്ഷേ ഈ ഒരു ധാരണ അതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ മത്സരം വരില്ല. പാറമേക്കാവും തിരുവമ്പാടിയിൽ നിന്നും മത്സരം വരില്ല. എന്താണ് പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും എന്നുള്ളത് ഈ നടത്തിപ്പുകാർക്ക് പോലും അറിയില്ല. തിരുവമ്പാടി ഭഗവതിയുടെ ശരീരം എന്ന് പറയുന്നത് നീലയാണ്, കൃഷ്ണൻ്റെ ശരീരമാണ്. മനസ്സിലായേ? ഭഗവതിയുടെ മുഖം കൃഷ്ണൻ്റെയാണ്. അത് ഈ നടത്തിപ്പുകാർക്ക് അറിയാമോ എന്ന് ചോദിച്ചോ? പാറമേക്കാവും അതുകൊണ്ടാണ് അവിടെയാണ് രണ്ടും ഭഗവതിമാരാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഒരാളുടെ ശരീരം സ്ത്രീയും മുഖം കൃഷ്ണൻ്റെയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇന്ന് നമ്മുടെ നിർബന്ധ ബുദ്ധി യുഗത്തിൽ ചെറുപ്പക്കാരൊക്കെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഈ നൂറുകണക്കിനും ആയിരക്കണക്കിനും സുന്ദർ പിച്ചമാരെയും സത്യനന്ദന്മാരെയും കേരളത്തിന് സംഭാവന ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ വെടിക്കെട്ട് കണ്ടില്ലേ? അതുപോലുള്ള ഉത്സവം നടത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇരുട്ടിൻ്റെ യുഗത്തിലേക്ക് കേരളം ആഴ്ന്നു പോകുന്നുള്ള ഒരു സംശയം വേണ്ട.